أعوذ بالله من الشيطان الرجيم قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ കഴിവിൻ്റെ പരമാവധി തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി ഞാൻ എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പൗത്രനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിലൂടെ കൻആനിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറി പാർത്തവരാണ് ബനു ഇസ്രായേലുകൾ. മഹാനായ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ അറിയപ്പെടുന്ന ഒരു അപരനാമമാണ് ഇസ്രായേൽ എന്നുള്ളത്. നമുക്കറിയാം, യൂസുഫ് നബി അലൈഹിസ്സലാമിലൂടെ ഈജിപ്തിൻ്റെ അധികാരത്തിലേക്ക് വന്നു. പിന്നീട് ബനു ഇസ്രായേലുകൾ. പിന്നീട് നീണ്ടൊരു കാലഘട്ടം ഈജിപ്തിൻ്റെ ഭരണം തന്നെ ബനു ഇസ്രായേലുകളായ കൻആൻ ദേശക്കാർക്കായിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമുക്കറിയാവുന്നതാണ്. സ്വാഭാവികമായും പിന്നീടുണ്ടായ കാലഘട്ടങ്ങളിൽ വലിയ മാറ്റമുണ്ടായി. ഈജിപ്തിൻ്റെ അടിസ്ഥാന വർഗമായ കിബ്തി സമൂഹം അവരവിടെ അധികാരം പിടിച്ചടക്കുകയും വരുത്തന്മാരായ വൈദേശിക ശക്തികളെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ബനു ഇസ്രായേലുകളെ അടിച്ചമർത്തുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. സുദീർഘമായ ഒരു കാലഘട്ടത്തിൽ കിബ്തി സമൂഹത്തിൻ്റെ അരാജകത്വങ്ങളും അക്രമങ്ങളും വാഴ്ന്നിരുന്ന ഒരു അധികാരപരിധിക്കകത്ത് ബനു ഇസ്രായേലുകൾ അരക്ഷിതരായും പീഡിതരായും കഴിഞ്ഞ ഒരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്. ആ പീഡനങ്ങളിൽ നിന്ന് വ്യക്തമായൊരു മോചനം അവർക്ക് സ്ഥാപിക്കുന്നത് മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമാണ്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ വരവോടുകൂടിയാണ് ബനു ഇസ്രായേലുകൾക്ക് വലിയൊരു മോചനം ഉണ്ടാകുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഫറോവയുടെയും ഇടയിൽ നടന്നിട്ടുള്ള ആദർശ സമരമൊക്കെ നമുക്കറിയാവുന്ന ചരിത്രമാണ്. ആ ആദർശ പോരാട്ടങ്ങൾക്കൊടുവിൽ പീഡിത സമൂഹമായ ബനു ഇസ്രായേലുകളെയും മോചിപ്പിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്റ്റ് കടന്ന് വലിയ ലക്ഷ്യമായ പലസ്തീൻ്റെ മണ്ണിലേക്ക് മസ്ജിദുൽ അഖ്സയുടെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ പവിത്രമായ നാട്ടിലേക്ക് പുറപ്പെടുന്നുണ്ട്. പക്ഷെ അവർ അള്ളാഹുവിൻ്റെ തീരുമാനമെന്ന പോലെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ലംഘിച്ചു എന്ന കാരണത്താൽ പിന്നീട് പുറപ്പെട്ടവർ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു, ഇവിടെ എത്തിയിട്ടുമില്ല എന്ന് പറയും പോലെ മിസ്രിയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. എന്നാൽ അവർക്ക് മൂസാ നബി അലൈഹിസ്സലാമിനൊപ്പം ബൈത്തുൽ മുഖദ്ദസിൽ കടന്നു കയറാൻ കഴിയാതെ വരികയും ചെയ്തു. യതീഹൂന ഫിൽ അർളി 40 ആമൻ എന്ന് ഖുർആൻ സംസാരിക്കുന്നു. 40 വർഷക്കാലത്തോളം പലസ്തീനിൻ്റെ അതിർത്തിയിൽ അവർ ചുറ്റിക്കറങ്ങി നടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായ ഒരു ഇടത്താവളമില്ലാതെ എത്തിപ്പെടാൻ കഴിയാതെ ഈ സമൂഹം വലഞ്ഞു പോയൊരു സാഹചര്യമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലശേഷം മഹാനായ പ്രവാചകൻ യോശുവ നൂൻ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വമുള്ള കാലഘട്ടത്തിലാണ് ഇവർ പലസ്തീൻ്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത്. അവിടുത്തെ ശക്തന്മാരായ ഒരു സമൂഹത്തോട് ഏറ്റുമുട്ടി അവരെ കീഴടക്കി ആ സമൂഹത്തിൻ്റെ മുമ്പിൽ വിജയം കൈവരിച്ചുകൊണ്ടാണ് യൂശുവ നൂൻ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഈ സമൂഹം എന്ത് ചെയ്യുന്നത്, ഈ പലസ്തീൻ്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരുപാട് റിവായത്തുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുപോയ ഒരുപാട് റിവായത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാഗമെന്നുള്ളത് സൂര്യൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സൂര്യൻ്റെ ചലനം അള്ളാഹു നിശ്ചലമാക്കിയത് യൂശുവ നൂൻ അലൈഹിസ്സലാമിന് വേണ്ടി മാത്രമായിരുന്നു എന്നാണ്. ഒരു വെള്ളിയാഴ്ചയുടെ സായാഹ്നത്തിലാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതും എന്നാൽ യുദ്ധം പൂർത്തിയാക്കാൻ കഴിയാതെ വിജയത്തിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ സമൂഹം ഏറ്റുമുട്ടുകയും ചെയ്തത്. ആ സാഹചര്യം ശനിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച പരിപൂർണമായ അസ്തമയത്തോടെ ശനിയാഴ്ചയിലേക്ക് കടക്കുകയാണ്. അത് പരിപൂർണമായ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട നിമിഷങ്ങളാണ്. ആ ഒരു ഘട്ടത്തിൽ വിജയം വരെയും സൂര്യൻ്റെ അസ്തമയം വൈകി എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുക. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വിജയം കൈവരിച്ചു പലസ്തീൻ്റെ മണ്ണിലേക്ക് ബനു ഇസ്രായേൽ കടന്നു വന്നവിടെ എന്ത് ജീവിതം ആരംഭിച്ചു ആ പവിത്രമായ ഭൂമിയിൽ.
ക്രമേണ പിന്നെയും ലോകത്ത് ശക്തന്മാരെല്ലാവരും വ്യാപകമായി അവരുടെ ഭരണപ്രദേശങ്ങൾ വിശാലവൽക്കരിക്കുക എന്നുള്ളത് അന്ന് ലോകത്തിൻ്റെ ക്രമമാണ്. അതുകൊണ്ട് സമീപ പ്രദേശങ്ങളെ അറ്റാക്ക് ചെയ്യുകയും അവിടെ കീഴടക്കി അധികാരം സ്ഥാപിക്കുക എന്നുള്ളത് ശക്തന്മാരായ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമായതുകൊണ്ട് തന്നെ അമാലിക്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ ശക്തരായ ഒരു സമൂഹം അവരെ കീഴടക്കുകയും പലസ്തീൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അമാലിക്യ സമൂഹം അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്ന ബനു ഇസ്രായേലുകളെ പുറത്തേക്ക് തള്ളിവിട്ടു. അവരെ നാടുകടത്തി, അവരെ പാർശ്വവൽക്കരിച്ചു. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പവിത്രമായ ഭൂമിയിൽ അമാലിക്യകൾ ഭരണം സ്ഥാപിച്ചെടുത്തു. അങ്ങനെ അവർക്ക് അസ്തിത്വം നഷ്ടപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും അവർ നാട് നഷ്ടപ്പെട്ട് പുറന്തള്ളപ്പെടുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സാഹചര്യം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറ 246 മുതലുള്ള ആയത്തുകളിൽ ചർച്ചയാണ്. അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് അറിയുമല്ലോ, ഈ ബനു ഇസ്രായേലുകൾ ഇവർ പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രവാചകന്റെ മുമ്പിലേക്ക് വന്ന് പറയുന്നു. ആ പ്രവാചകന്റെ പേര് ഖുർആൻ സംസാരിക്കുന്നില്ല. ശംബീൽ അലൈഹി ഇസ്ലാം എന്നാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഏത് പ്രവാചകനല്ല പ്രവാചകന്റെ മുമ്പിലൂടെ വന്നിട്ട് പറയുന്നുണ്ട്, നമുക്കൊരു രാജാവിനെ നിങ്ങൾ നിയമിക്കണം, നമുക്കൊരു രാജാവിനെ വേണം. നമുക്കൊരു പ്രവാചകത്വം മറ്റൊരാൾക്കും രാജവാഴ്ചയും മറ്റൊരാൾക്കും ആ രീതിയിൽ രണ്ട് രീതിയിലാണ്. അധികാരവും പ്രവാചകത്വവും രണ്ടും രണ്ട് വഴിക്കാണ് അതുവരെയുള്ള ബനീ ഇസ്രായേലിന്റെ ചരിത്രം കൊണ്ടുപോകുന്നത്. ശേഷം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിലൂടെയാണ് രണ്ടും ഒരാളിൽ സമ്മേളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകനോട് നമുക്കൊരു നേതാവിനെ വേണം, ഒരു മലിക്കിനെ നിങ്ങൾ നിയമിക്കണം, നമുക്ക് യുദ്ധം ചെയ്യാം. നമ്മളൊരു നേതാവിൻ്റെ കീഴിൽ ഒരു സൈന്യാധിപന്റെ കീഴിൽ യുദ്ധം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നാട് വീണ്ടെടുക്കാം, നമ്മുടെ അന്തസ്സും അഭിമാനവും വീണ്ടെടുക്കാമെന്ന് ഈ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ പൂർവ്വകാല ചരിത്രത്തിന്റെ ഇരുട്ടുകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങളെ കൊണ്ടത് കഴിയില്ല. നിങ്ങൾ യുദ്ധം ആവശ്യപ്പെടും, സൈന്യാധിപൻ ആവശ്യപ്പെടും, അള്ളാഹു നിർദ്ദേശവും കൽപ്പനയും വരാൻ വേണ്ടി കാത്തിരിക്കാമെന്ന് പറയും. പക്ഷേ യുദ്ധം നിങ്ങൾക്ക് നിയമമാക്കുമ്പോൾ, യുദ്ധം ചെയ്യാൻ വേണ്ടി കളം ഒരുങ്ങുമ്പോൾ നിങ്ങൾ പിൻവാങ്ങും. നിങ്ങൾ ഭീരുക്കളാണ്. പലപ്പോഴും നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യും മൂസ എന്ന് പറഞ്ഞു പോയ ചരിത്രമുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഉറപ്പുവരുത്തുക എന്ന് അവർ പറയും. നമുക്ക് എന്തുകൊണ്ട് യുദ്ധം ചെയ്തുകൂടാ? നമ്മുടെ നാട്ടിൽ നമ്മൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, നമ്മളെല്ലാം നഷ്ടപ്പെട്ട് അപമാന ഭാരത്തോടെ ഈ തെരുവിൽ നിൽക്കുമ്പോൾ നമ്മൾ യുദ്ധം ചെയ്യാതിരിക്കാൻ എന്ത് കാരണമാണുള്ളത്? അതുകൊണ്ട് ന്യായമായിട്ട് നമുക്ക് തിരിച്ചടിക്കുകയും സ്വന്തം നാട് വീണ്ടെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു നേതാവിനെ നിർണ്ണയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഖുർആൻ സംസാരിക്കുന്നത് വിശാലമായ ചർച്ചയാണ്. അത് ഒരുപാട് ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമപ്രകാരം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം പ്രവാചകൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽപ്പെട്ടിട്ടുള്ള തോലൂത്തിനെയാണ് അള്ളാഹു നേതാവായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെ തോലൂത്ത് എന്നൊരാളിനെ മലിക്കാക്കി അള്ളാഹുവിൻ്റെ നിയമനമുണ്ടായി. അത് പ്രവാചകൻ ആ സമൂഹത്തോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? നമുക്കിടയിൽ തോലൂത്തിന് എങ്ങനെയാണ് അധികാരം കൊടുക്കുക? നമ്മളെക്കാളും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്, അവരോടൊന്നും കിടപിടിക്കുന്ന സാമ്പത്തിക അടിത്തറയോ കുടുംബ മഹിമയോ ആ മനുഷ്യന് അവകാശപ്പെടാനില്ല. അയാളെക്കാൾ കേമനായ പണക്കാരായ കുടുംബ പാരമ്പര്യമുള്ള എത്രയോ മനുഷ്യർ നമുക്കിടയിലുള്ളപ്പോൾ ഈ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത നമുക്കിടയിൽ നേതൃത്വത്തിന്റെ ഒരു മാനദണ്ഡങ്ങളും യുദ്ധചേരാത്ത തോലൂത്തിനെ നമ്മൾ എങ്ങനെ അംഗീകരിക്കുമെന്ന് ചോദ്യമുണ്ടായി അവരുടെ ഭാഗത്തുനിന്ന്. ഇതാണ് അവർ കണക്കാക്കിയത്. പണവും അതോടൊപ്പം തന്നെ കുടുംബ മഹിമയുമാണ് നേതൃത്വത്തിന്റെ മാനദണ്ഡമെന്ന് കണക്കാക്കി. പക്ഷെ അള്ളാഹുവിന്റെ മറുപടി മറിച്ചാണ്. ഇത് രണ്ടും ഇല്ലായിരിക്കാം, പക്ഷെ തോലൂത്തിന് രണ്ട് ഗുണങ്ങളുണ്ട്, നേരെ വിപരീതമായിട്ട് രണ്ട് ഗുണങ്ങൾ. ഒന്ന്, അദ്ദേഹം ജ്ഞാനിയാണ്, അറിവുണ്ട് ആ മനുഷ്യന്, നിങ്ങളെ മുഴുവനും നയിക്കാനുള്ള ജ്ഞാനമുണ്ട്, വിവരമുള്ള മനുഷ്യനാണ്. രണ്ടാമത് കായബലമുള്ള മനുഷ്യനാണ്, നല്ല ജിസ്മാണ്, നല്ല ശരീരമുള്ള ആളാണ്. അയാൾ എഴുന്നേറ്റ് നിന്നാൽ ഒന്ന് കാണാനുണ്ട് ആള്. ആരോഗ്യമുള്ള ഉയർന്ന ശരീരവും ഒത്ത തടിയും ഒക്കെയുള്ള ഒരു ആകാരവടിവുള്ള മനുഷ്യൻ, അതൊരു മേൽക്കോയ്മയാണ്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഒരു നേതാവിന് പറ്റിയൊരു അഡ്വാൻറ്റേജ് ആണത്. അവർ നല്ല ശരീരഘടനയുള്ള പുഷ്ടിയുള്ള ആരോഗ്യമുള്ള ശരീരമുള്ള ഒത്ത തടിയുള്ള ആളാണ് അയാൾ. അത് മാത്രമല്ല അയാൾ ജ്ഞാനിയാണ്, വിവരമുള്ള ആൾ. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാനുള്ള ബോധവും വ്യക്തിക്കുണ്ട്. ഇത് മതി യോഗ്യതയായിട്ട് നേതാവാകാൻ, അല്ലാതെ പണവും പാരമ്പര്യവുമല്ല നേതൃത്വത്തിന്റെ യോഗ്യത എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് അള്ളാഹു പഠിപ്പിക്കണം ഇവിടെ. എന്നിട്ട് തോലൂത്തിന്, അത് മാത്രമല്ല, ഈ തോലൂത്തിനെ അള്ളാഹ് തിരഞ്ഞെടുത്തു എന്നതിന് എന്തെങ്കിലും തെളിവ് വെക്കാൻ അവർ ആവശ്യപ്പെട്ടു, ആ സമൂഹം ആവശ്യപ്പെട്ടു. അതുവരെ അവർ നേരിട്ട പ്രശ്നങ്ങൾ, സങ്കീർണമായ ഒരു പ്രശ്നം എന്തായിരുന്നു? നാട് നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ തെരുവിൽ അഭയാർത്ഥികളായി നിൽക്കുമ്പോഴും അവർക്ക് പിന്നെയും ഒരു പ്രശ്നം കൂടിയുണ്ട്. താബൂത്ത് എന്ന പെട്ടകവും അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ജാലൂത്തിന്റെ അമാലിക്കിയ ഭരണകൂടം കൊള്ളയടിച്ചിട്ടുള്ള ഇവരുടെ ഏറ്റവും വലിയ ഐശ്വര്യമായിരുന്നു താബൂത്ത്. താബൂത്ത് എന്ന് പറഞ്ഞ ഒരു പെട്ടകമാണ്, ഒരു പെട്ടിയാണ്. ആ പെട്ടിക്കകത്താണ് മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാം നൽകപ്പെട്ടിട്ടുള്ള തൗറാത്തിന്റെ അൽവാഹുകൾ, ഇത് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ വടി തുടങ്ങിയിട്ടുള്ള ആ പ്രവാചകന്മാരുടെ അവശേഷിപ്പുകൾ അടങ്ങുന്ന ഒരുപാട് മഹത്വമുള്ള, അവർ മഹത്വമായി കണക്കാക്കിയിരുന്ന അനുഗ്രഹങ്ങളുടെ ഒരു പെട്ടിയായിട്ടാണ് അവർ കണക്കാക്കിയ താബൂത്ത് എന്ന പെട്ടി. ഈ പെട്ടിയും നഷ്ടപ്പെട്ടതിന്റെ ഒരു ദുഃഖം കൂടി അവർക്കുണ്ട്. ഇവിടെ തോലൂത്ത് ആ പെട്ടി കൊണ്ടുവരുമെന്നുള്ളതാണ് അദ്ദേഹത്തിന് നേതാവായി അള്ളാഹു നിശ്ചയിച്ചതിന്റെ തെളിവ് എന്ന് അത് ആ പ്രവാചകൻ അദ്ദേഹം അവരോട് പറയുന്നുണ്ട്.
അങ്ങനെ തോലൂത്തിന്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു ആ പെട്ടി അവരെ മുമ്പിൽ എത്തിക്കുന്നുണ്ട്. 2 മലക്കുകൾ അതുമായി പറന്നു വന്നു എന്നതാണ് ചരിത്രം വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. ഈ താബൂത്ത് എന്ന പെട്ടി വീണ്ടെടുക്കുന്ന തോലൂത്ത്, ആ വീണ്ടെടുപ്പ് അള്ളാഹു നൽകുന്ന സഹായത്തിലൂടെയാണ്. 2 മാലാകമാർ, ചിറകുകളുള്ള 2 മാലാകമാർ, ഏഞ്ചൽസുകൾ ഒരു പെട്ടിയും പിടിച്ചുകൊണ്ട് പറക്കുന്ന ചിത്രങ്ങളൊക്കെ വേദങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ അവരാരാന്ന് മലക്കുകൾ കണ്ടിട്ടില്ല. മലക്കൽ രൂപം അങ്ങനെ പക്ഷിയുടെ ചിറകുള്ള രൂപമല്ല, അങ്ങനെ അങ്ങ് പറഞ്ഞിട്ടില്ല എവിടെയും, അങ്ങനെയുമില്ല. പക്ഷെ അവരെന്ത് ചെയ്യുക, പുരാണങ്ങളിൽ ജൂതവേദങ്ങളിലുമൊക്കെ പലപ്പോഴും അതിന്റെ സിംബലുകളും അതിന്റെ ചിത്രങ്ങളും ഒക്കെ ലോകത്ത് പല ഭാഗങ്ങളും കാണാൻ കഴിയും. 2 പക്ഷികളുടെ രൂപമുള്ള മനുഷ്യർ അഥവാ ഒരു ഏഞ്ചൽസുകൾ ഒരു പെട്ടിയും ചുമന്ന് പറക്കുന്ന ഒരു കാഴ്ച. എന്ന് പറന്ന കാഴ്ചയും കാര്യം കണ്ടിട്ടില്ല. എന്നാൽ ഈ മലക്കുകൾ ആ പെട്ടി കൊണ്ട് തോലൂത്തിന്റെ മുമ്പിൽ വെച്ച് ഈ പെട്ടി പരിശോധിച്ച് കഴിയുമ്പോൾ ഈ ജനങ്ങൾ ആ തോലൂത്തിന്റെ കീഴിൽ നിൽക്കാൻ തയ്യാറാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. വരുമ്പോൾ മനസ്സിലാവും. ഈ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് വിശദീകരിക്കുന്നത് മാത്രം. അങ്ങനെ എങ്ങും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഖുർആനിലെ ചില ചരിത്രഭാഗങ്ങളാണിത്. അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞു വരുന്നത്. ഈ പെട്ടി കൊണ്ടുവന്നതോടെ തോലൂത്തിന്റെ കീഴിൽ ഈ സമൂഹം അണിനിരക്കാൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ രാജകീയ വാഴ്ചയെ അംഗീകരിക്കപ്പെട്ടു. ആ സൈന്യാധിപന്റെ കീഴിൽ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ മനുഷ്യന്റെ ആവേശം മാത്രം പോരല്ലോ. തുടക്കക്കാരൻ്റെ ഒരു ആവേശപ്പുറത്ത് അടിക്കാമട വെട്ടാമട എന്ന് പറയുന്ന ഒരു ആവേശം പോരാ, മറിച്ച് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഗട്സ് ഉണ്ടാകണം, ആ ഒരു ധൈര്യം ഉണ്ടാകണം, ആ മനോധൈര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ നേതാവ് പറഞ്ഞു, നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ജലാശയത്തിലൂടെ കടന്നു പോകേണ്ടി വരും, അവിടെ കുടിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്ന്. അവിടെ നിന്ന് കുടിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല, വെള്ളം കുടിക്കരുതെന്ന്. വലിയ സുദീർഘമായ യാത്ര നടത്തിയിരിക്കുന്നു, യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രഷറുണ്ട്, സമ്മർദ്ദമുണ്ട്, ദാഹമുണ്ട്, ക്ഷീണമുണ്ട്, എല്ലാം ഉള്ളപ്പോഴും അവരോട് പറഞ്ഞ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന്. അവർ ദാഹിക്കുന്നവരാണ്, എന്നിട്ടും വെള്ളം കുടിക്കാൻ. കുടിച്ചാൽ ഒരു കൈക്കുമ്പിൾ വെള്ളം കുടിക്കാം, അതിൽ കൂടുതൽ കുടിക്കാൻ പാടില്ല, അത് നമ്മുടെ വീര്യം ചോർത്തിക്കളയുമെന്ന് നേതാവിന് നിർദ്ദേശമുണ്ടായി. ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും വെള്ളം കുടിച്ചു. നമ്മളിപ്പോൾ നോമ്പ് പിടിക്കുമ്പോൾ നോമ്പ് ഒരു പരിശീലനമാണ്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്നവൻ, ശരീരത്തിന്റെ ഇച്ഛകളെ ജയിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ നല്ലൊരു പോരാളിയാകാൻ കഴിയത്തുള്ളൂ. നല്ലൊരു പോരാട്ട വീര്യമുള്ളൊരു മനുഷ്യൻ. അല്ലാതെ പേരും വീറ് കാണിക്കാൻ, വെറുതെ ഒരു പുറംപൂച്ചിൽ ഒരു ആവേശം കാണിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ ഇത് നമ്മൾ പറയാറുണ്ടല്ലോ, അണ്ടിയോടെടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയുക എന്ന്. ചില പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ പല മനുഷ്യന്റെ സ്വഭാവം മനസ്സിലാക്കുക. യുദ്ധം എന്തുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുന്നില്ല, നമുക്ക് യുദ്ധത്തിന് അനുമതി നൽകൂ എന്ന് ചാടി നിന്ന ജനങ്ങളുണ്ട്, ഒരുപാട് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവസാനം യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോൾ നീ നിന്റെ അള്ളാഹും കൂടെ പോയി യുദ്ധം ചെയ്യും, നമുക്കതിന് വയ്യ എന്ന് പറയുക അവര്. ഈ ചാടി നിൽക്കുന്നവന്റെ ആവേശം മതിയാവില്ല യുദ്ധത്തിനിറങ്ങാൻ. വലിയൊരു സംഘം ആൾക്കാർ പുറപ്പെട്ടിട്ട് മഹാഭൂരിപക്ഷം ആൾക്കാരും ഇതിൽ നിന്ന് നിരോധിക്കപ്പെട്ട, തടയപ്പെട്ട വെള്ളം കുടിച്ചു. കരയ്ക്ക് കയറിയിട്ട് പിന്നെ യുദ്ധത്തിന്റെ മുഖത്തേക്കാണ് പോകേണ്ടത്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു, നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഇന്ന് അവരെ ജയിക്കാൻ ഈ കാലഘട്ടത്തിൽ ജാലൂത്തിനെ പോലെയുള്ള ഒരു അക്രമിയായ സ്വേച്ഛാധിപതിയെയും അയാളുടെ ശക്തമായ ഒരു സൈന്യത്തെയും കീഴടക്കാനെങ്കിലും നമുക്ക് കേൾപ്പില്ല, നമ്മളെ വിട്ടേക്ക്, ഞങ്ങൾ ഇതിൽ പിന്മാറുന്നുവെന്ന്. അതുവരെയും വീരം പറഞ്ഞവർ, അടിക്കാമെന്ന് പറഞ്ഞവർ, ജയിക്കണമെന്നും അതിജീവിക്കണമെന്നും പറഞ്ഞവർക്ക് വീര്യം ചോർന്നുപോയി. കാരണം അവർ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് കീഴടങ്ങിയിരിക്കുന്നു. ഇതാ ലോകത്തുനിന്ന് കാണുന്നതും. എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ എല്ലാവരും പന്ത് കളിക്കുന്നു എന്ന് വെച്ചാല് പറയുമ്പോ ബദറിന്റെ ചരിത്രം നമുക്കുണ്ട്, ഉഹദിന്റെ ചരിത്രവുമുണ്ട്, എന്ന ഖുർആൻ വാക്യവും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നമുക്ക് പേടിയാ, നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ വലിയ പേടിച്ച് ഭീരുക്കളായി ഇങ്ങനെ പുറകോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതാണ് സാഹചര്യം. ഇത് പഴയ കഥയാണ്, പണ്ട് മുതലേ ഇങ്ങനെ ജനങ്ങള്. അവസാനം ഇവർ പുറത്തു വന്നപ്പോ ഇവരെല്ലാം പിന്മാറിയപ്പോൾ ഒരു ചെറു സംഘം ആൾക്കാർ മാത്രം പറഞ്ഞു, അതെങ്ങനെ ശരിയാകും, നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് വേണം, നമ്മുടെ അതിജീവനമാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശമല്ലേ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. എത്ര ചെറു സംഘങ്ങളാണ് അള്ളാഹുവിന്റെ സഹായത്താൽ വലിയ സംഘങ്ങളെ കീഴടക്കിയത്. അങ്ങനെ ആശ്വസിക്കാമല്ലോ, നമുക്ക് പ്രതീക്ഷ വെക്കാൻ വകയുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു ചെറു സംഘം ആൾക്കാർ. ഇതുപോലെ നെല്ലും പതിനും തിരികെ റബ്ബ് ചെയ്തത്. ഈ ഇച്ഛകൾക്ക് കീഴടങ്ങിയവൻ, പ്രതിസന്ധികളെ കണ്ട് ഭയക്കുന്നവൻ, അങ്ങനെയുള്ളവരെ കൊണ്ട് യുദ്ധത്തിന് പോയാൽ ജയിക്കൂല. ഇവർ യുദ്ധം തുടങ്ങുമ്പോഴേ പിരിഞ്ഞോടും. കൂട്ടത്തിൽ നിർത്തം തെറ്റിപ്പിരിഞ്ഞോടിക്കഴിഞ്ഞാൽ മുതുക കാണിച്ചോടുന്ന ആൾക്കാർ ആ സൈന്യത്തിന്റെ മുഴുവൻ വീര്യവും നഷ്ടപ്പെടുത്തുകയും സൈന്യം ചിതറിപ്പോകാൻ കാരണമായി തീരുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ പരാജയപ്പെടും. അതുകൊണ്ട് ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ചെറു സംഘം യുദ്ധത്തിനിറങ്ങി. ജാലൂത്തിന്റെ സൈന്യത്തോട്, അന്നത്തെ ഏറ്റവും ശക്തമായ ഒരു ഭരണകൂടം, അന്നത്തെ ഏറ്റവും വലിയ ശക്തമായ ഒരു സമൂഹം, അജയ്യരെന്ന് ലോകം വാഴ്ത്തിയൊരു സമൂഹം, ആ അമാലിക്യ ഭരണകൂടത്തോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറു സംഘവുമായിട്ട് തോലൂത്ത് എന്ന രാജാവിന്റെ കീഴിൽ സൈന്യം ഇറങ്ങി.
കണക്കുകൾ നോക്കിയാൽ വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല. ഏറ്റവും ശക്തമായ സൈനിക ശേഷി അവർക്കുണ്ട്. ഏറ്റവും വലിയ അക്രമകാരികളാണ്. ആരോടും ദയവായ്പില്ലാത്തൊരു സമൂഹമാണ്. കൊന്നൊടുക്കി കളയും അവരെ. ഇഞ്ചിഞ്ചായി തിരിഞ്ഞോടിയാൽ പോലും മുതുകിൽ പോലും വെട്ടിവീഴ്ത്താൻ മനസ്സുള്ള ക്രൂരന്മാരായ ഒരു സമൂഹത്തോട് ഏറ്റുമുട്ടാൻ ഇറങ്ങി. കത്തല ദാവൂദ് ജാലൂത്ത എന്ന്. അവിടെ ദാവൂദ് എന്ന പ്രവാചകൻ പോലും രംഗപ്രവേശനം ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ ഒരു സൈനികനായി മാത്രം ഉണ്ടായിരുന്ന ദാവൂദ് എന്ന ചെറുപ്പക്കാരന്റെ കവണെ കല്ല് വെച്ച് നെറ്റിക്കടിച്ചു വിട്ടി എന്നാണ് ബൈബിളിലൊക്കെ കാണാൻ കഴിയുക. പുരാതന വേദങ്ങളിലെ ചാട്ടവാറ് കൊണ്ട് നെറ്റിക്കടിച്ച് ജാലൂത്ത് എന്ന ആ അക്രമിയായ ഭരണാധിപനെ കീഴടക്കി, ആ സൈന്യത്തെയും കീഴടക്കി പലസ്തീന്റെ മണ്ണിൽ അധികാരം സ്ഥാപിച്ചു ബനൂ ഇസ്രായേലികൾ. ഇത് ചരിത്രമാണ്. എന്നിട്ട് ഇത് വിശദീകരിച്ചു ഖുർആൻ. ഇത് ഇത്രയും പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതാ ഞാൻ പറഞ്ഞു വന്നത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞൊരു കാര്യം ഇതാണ്, ചിലരെ കൊണ്ട് ചെറുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ലോകത്തിന് ഭീഷണിയായ, മാനവരാശിക്ക് ഭീഷണിയായ അക്രമങ്ങൾ അഴിച്ചു വിട്ടിട്ട് ആരും എന്തേന്ന് പോലും ചോദിക്കാത്ത വിധം അക്രമിയായ ഒരു സമൂഹം ഇവിടെ വാഴ്ന്നു വരുമ്പോ, അവർക്ക് എന്ത് ചെയ്യും? ജനങ്ങളെല്ലാവരും അവരെ മുമ്പിൽ പഞ്ചപുച്ഛം മുടക്കി നിൽക്കുമ്പോ, ഈ ലോകത്തിന്റെ ക്രമസമാധാനം തകർക്കുമ്പോ, ചുറ്റുമുള്ള രാജ്യങ്ങളുടെ അസ്ഥിരമാക്കി മാറ്റിയിട്ട് അവരെ സ്ഥിരതയും സ്വൈരതയും നഷ്ടപ്പെടുത്തുമ്പോ, സമാധാനം ജനങ്ങൾക്ക് അന്യം നിർത്തിയിട്ട് ചില ആൾക്കാർ മാത്രം സ്വൈരമായി വിഹാരിക്കുമ്പോ, ഈ ലോകത്തിന് ഭീഷണിയായി ആരെങ്കിലും ഒക്കെ വളർന്നു വരുമ്പോൾ ഈ പ്രപഞ്ചത്തെ പോലും, ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ പോലും, സമൂഹത്തിന്റെ സമാധാനത്തെ പോലും ഭീഷണിയായി ചിലർ വളർന്നു വരും. അങ്ങനെ വളർന്നു വരുന്നവരെ ചിലരെ കൊണ്ട് ഞാൻ തടയുമെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ ചിലരെ കൊണ്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ലോകം നശിച്ചു പോവില്ല എന്ന്. അതുകൊണ്ട് ജാലൂത്തിനെയും അതുപോലെയുള്ള അമാലികി അക്രമ ഭരണകൂടങ്ങളെയും ചേർത്ത് നിൽക്കാൻ തോലൂത്തിന്റെ കീഴിൽ ദാവൂദ് നബി അലൈഹിസ്സലാം അടക്കമുള്ള ഒരു ചെറു സംഘത്തെ കൊണ്ട് അള്ളാഹു തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു തടയൽ ലോകത്ത് അവസാനം വരെ ഉണ്ടാകും. ഇത് നിലനിൽക്കണ്ടേ? ആ ഒരു സാഹചര്യമാണ്, ആ ഒരു തിരിച്ചടിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഇസ്രായേൽ ലോകത്തെ ഏറ്റവും അജയ്യരായ ശക്തി. 2.5% ലോക ജനസംഖ്യയിൽ ഇസ്രായേലുകൾ ഉള്ളതെങ്കിലും അവർ ജയിക്കാൻ പോകുന്ന ശക്തികളൊന്നും ലോകത്തില്ല. അവർ ലോകത്തെ നയിക്കും. അവരെടുക്കുന്നതാണ് തീരുമാനം, അവർ പ്രഖ്യാപിക്കുന്നതാണ് നയം, അവർ പറയുന്നതാണ് അവരുടെ നിയമം എന്ന നിലയിൽ ലോകരാഷ്ട്രങ്ങളെ പോലും കാൽ കീഴിലിട്ട് ചവിട്ടിമെതിക്കുകയും ലോകത്ത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിധത്തിൽ പലസ്തീൻ മക്കളെ നെഞ്ചിക്കയറി നൃത്തം ചവിട്ടുകയും ചെയ്യുമ്പോൾ ഇത് ചോദിക്കാൻ ആരുമില്ല എന്ന് നമ്മളെല്ലാവരും സംഘടിച്ചിട്ടുണ്ട്. എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ പലസ്തീൻ മക്കളുടെ കഥ, ഈ പലസ്തീൻ ജനതയുടെ കണ്ണീരിന്റെ കഥ കേൾക്കാൻ തുടങ്ങി എത്ര കാലമായി? നമ്മൾ ജനിച്ച കാലം മുതൽ കേൾക്കുകയാണ്. കഴിഞ്ഞൊരു 100 ആണ്ട് കാലം പലസ്തീൻ ജനത അനുഭവിച്ച ദുരന്തങ്ങളുടെ, ദുഃഖങ്ങളുടെ കഥകളല്ലാതെ അവർ വിജയിച്ചതിന്റെ, അവർ ഒന്ന് ചിരിച്ചതിന്റെ ഒരു നിമിഷമെങ്കിലും നമ്മൾ ഓർക്കാൻ കഴിയുന്നുണ്ട് നമുക്ക്? ഇല്ല. നമ്മൾ ആലോചിക്കണം എപ്പോഴും അള്ളാഹുവിന്റെ സഹായം വരിക എന്ന്. ആരാ ഇവരെ ചോദ്യം ചെയ്യിക്കാനുള്ളതെന്ന്? ഈ പൂച്ചയ്ക്ക് ആരാണ് മണി കിട്ടുക എന്ന്? ഈ ബനൂ ഇസ്രായേലുകൾ അഴിഞ്ഞാടുമ്പോ, ഈ 2.5% വരുന്ന ഈ ജനങ്ങള് ലോകത്തെ നിയന്ത്രിക്കുമ്പോ ഒരു നിയമങ്ങളും അവർ ബാധിക്കുന്നില്ല, ഒരു ഐക്യസഭയും അവർ നിലനിൽക്കുന്നില്ല, ഒരു UN-ന്റെ ഉച്ചകോടികളും അവരെ ഭേദഗതി ചെയ്യുന്നില്ല. അവരെ ചോദ്യം ചോദിക്കാൻ ആരുമില്ല. UG7 ഉച്ചകോടി കഴിഞ്ഞപ്പോ അവർ ഒരു അനുവാദം കൊടുത്തത് ഇസ്രായേലിന് ആണവായുധം വെക്കാം, പക്ഷെ ഇറാൻ അനുവാദമില്ല എന്ന്. അതുകൊണ്ട് അവരാണ് ശരിയെന്ന് ഈ നിലയിൽ പറയാണ്. ഈ നിലയിൽ ലോകത്ത് അക്രമങ്ങൾ അഴിച്ചുവിട്ടു. ലോകത്തിന്റെ ചുറ്റുഭാഗത്ത് നടക്കുന്ന, ലോകത്താകസകലം നടക്കുന്ന അക്രമങ്ങളുടെയും വർഗീയ സംഘടനകളെയും മാസ്റ്റർ പ്ലാൻ എവിടെന്നാ ഉണ്ടാവുന്നത്? ഇസ്രായേൽ. ലോകത്തും ബാക്കിയുള്ളവർ അസ്ഥിരമായിരിക്കണം. എല്ലാ രാജ്യങ്ങളും സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കണം. അവിടെ കായിക കച്ചവടങ്ങൾ നടത്തി അവർക്കിവിടെ സമ്പത്തുണ്ടാക്കണം. അവർ മാത്രം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. 91 ഇന്ത്യയിൽ RSSകാരന്റെ വീട്ടിനകത്ത് തുടങ്ങിയിട്ടുള്ള ഇസ്രായേലിന്റെ എംബസി മുതലാണ് ഈ രാജ്യത്തിന്റെ ചരിത്രം പോലും മാറിയത്. ഈ രാജ്യത്ത് ഇത്ര വലിയ വർഗീയ ചിന്താഗതികൾ വളർന്നത്, ഇവിടെ വിഷം കുത്തിവെച്ചത് ഇസ്രായേലിന്റെ ചിന്താഗതികളാണ്, അവരുടെ ആശയമാണ്, ആ കടൽ കടന്നു വന്ന ചിന്താഗതികളാണ്. ഇപ്പൊ ലോകത്തങ്ങനെ പൊതുവിൽ ലോകത്തെല്ലായിടത്തും നടക്കുന്ന അക്രമങ്ങൾ ചെറുതല്ലാത്ത പങ്കുവർക്കുണ്ട്. കേരളത്തിൽ പോലും മൊസാദിന്റെ ചാരന്മാർ സജീവമായി നിന്നിരുന്നൊരു കാലഘട്ടമുണ്ട്. ഇന്നും ഉണ്ടാകാം. അവർ ഏറ്റവും വലിയ ചാരക്കണ്ണുകൾ വിരിച്ചിട്ട് ലോകത്ത് തന്നെ വലയം ചെയ്തിരിക്കുന്ന ഒരു അക്രമക്കൂട്ടം. അവർ പലസ്തീൻ മക്കളോട് കാണിച്ച കൊടും ക്രൂരതകള്, ആ സമൂഹം എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, എന്തൊക്കെ ദുഃഖങ്ങൾ ആലോചിക്കാൻ കഴിയുമോ നമുക്ക്? അത് ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? അതിന്റെ അടുത്തുകൂടി പോകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അവരനുഭവിച്ച ദുരിതങ്ങൾക്ക് അടുത്തുകൂടി പോലും വീടുകൾ ഇങ്ങനെ പൊളിഞ്ഞു വീഴുമ്പോ അതിന്റെ അടിയിൽ പിടഞ്ഞു വലിക്കുന്ന മക്കളെയും ഭർത്താവിനെയും നോക്കി നിൽക്കി വിധിമ്പേണ്ടി വരുന്ന സ്ത്രീത്വങ്ങൾ എത്രയുണ്ട് അവിടെ? എത്രയാണ് സങ്കടങ്ങള്?
വിശപ്പടക്കാൻ ഭക്ഷണമില്ലാതെ മനുഷ്യരിങ്ങനെ ഏങ്ങിക്കരയുന്ന കാഴ്ചകൾ, പട്ടിണിക്കിട്ടിട്ട് കുടിക്കാൻ വെള്ളമില്ല, അവർക്ക് ശ്വസിക്കാൻ ശുദ്ധമായ വായു പോലും കിട്ടാതെ ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾക്കിടയിൽ, അവശിഷ്ടങ്ങൾക്കിടയിൽ, പൊടിപടലങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന ഇവിടുത്തെ തെരുവ് തണ്ടുകളെ എടുക്കാനും മോശപ്പെട്ട സാഹചര്യമുണ്ട്. ഈ തെരുവ് തണ്ടുകളെക്കാൾ മോശപ്പെട്ട സാഹചര്യത്തിൽ ഒരു സമൂഹം പിറന്ന നാട്ടിലെ അഭയാർത്ഥികളാക്കപ്പെട്ടു. ലോകത്ത് ആട്ടിപ്പായിക്കപ്പെട്ട ഒരു സമൂഹത്തിന് അഭയം കൊടുത്തത്, കടന്നലിന് വീട്ടിൽ ഇടം കൊടുത്തതുപോലെ ആ ഒരു അവസ്ഥയായില്ലേ പലസ്തീൻ ജനതയ്ക്ക്. എന്നിട്ട് ആ പിഞ്ചു മക്കൾ ഓരോന്നായി കൊല്ലപ്പെടുമ്പോ അതിവിടെ ആഘോഷിക്കപ്പെട്ടു. ഇസ്രായേലുകൾ തന്നെ ആഘോഷിക്കാണ്. അത് കണ്ട് ആഘോഷിക്കാൻ അവരെ പിന്താങ്ങുന്നവരും ലോകത്ത് മുഴുവൻ ഒരു മനുഷ്യരെങ്കിലും എഴുന്നേറ്റ് ചോദിച്ചു, എവിടെയെങ്കിലും ചർച്ചയാക്കപ്പെട്ടോ? ഒറ്റപ്പെട്ട മനുഷ്യർ പ്രതികരിച്ചു, ഒറ്റപ്പെട്ട വ്യക്തികള് അവർ മനുഷ്യരല്ലേ എന്ന്. പക്ഷെ ബാക്കി ലോകത്തിന് പറയാൻ അവർ മനുഷ്യരല്ല എന്ന്, അവർ മുസ്ലിമീങ്ങളാണെന്ന്. അവർ മനുഷ്യരല്ല പലസ്തീനുള്ളത്. പല മനുഷ്യരാണെങ്കിൽ നമ്മൾ സഹതപിക്കുമായിരുന്നു, മനുഷ്യരാണെങ്കിൽ നമുക്ക് സങ്കടമുണ്ടാകുമായിരുന്നു. അവർ മനുഷ്യരല്ല, അവർ മുസ്ലിമീങ്ങളാണ്, കൊല്ലപ്പെടേണ്ടവർ തന്നെയാണെന്ന്. അതല്ലേ ഇവിടെ കാണുന്നത് ലോകത്ത് നമ്മൾ. അങ്ങനെ കൊന്നു തുടങ്ങിയ ഒരു സമൂഹം ഓരോ ബോംബ് വർഷം ഉണ്ടാകുമ്പോഴും കുഴികുത്തി ഭൂമിക്കടിയിൽ ബങ്കറുകളിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഓടി ഒളിച്ചവർ ആ ബങ്കറുകളും തകർത്ത് ഓരോ യുദ്ധം കഴിയുമ്പോഴും പലസ്തീൻ കുറേശ്ശെ ഇസ്രായേലിന്റെ അധികാരപ്പെടുതിയിലേക്ക് കൊണ്ടുവന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോലും ബോംബിട്ട് കൈയും കാലും ഒടിഞ്ഞവനെ വാരിയെടുത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഹോസ്പിറ്റലിലേക്ക് പോലും ബോംബിട്ടിട്ട് അത് പൊട്ടിത്തെറിക്കുമ്പോ അത് കണ്ട് ഊറിച്ചിരിച്ചൊരു സമൂഹത്തോട് ചോദ്യം ചെയ്യാൻ ആരുമില്ലേ എന്ന് ലോകം ചോദിച്ചു തുടങ്ങിയിട്ട് എത്ര കാലമായി? ആ ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം കൂടിയാണ് ഈ യുദ്ധം എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് യുദ്ധം നടക്കണം, യുദ്ധമാണ് ലോകത്തിന് ആവശ്യമെന്നല്ല, നടന്നതിന്റെ കാര്യം പറയുന്നത്. ഇത് അള്ളാഹുവിന്റെ ഒരു കാബിനിധിയാണ്. ചിലരെ കൊണ്ട് ചെറുക്കും, ചിലരെ കൊണ്ട് തടയേണ്ടത് അള്ളാഹുവിന്റെ ഒരു കാബിനിധിയാണ്. അത് നടക്കുക തന്നെ ചെയ്യും. ലോകത്തെ എല്ലാ കാലങ്ങളും നടന്നിട്ടുണ്ട്. അജയ്യർ എന്ന് കണക്കാക്കിയവരെല്ലാം കീഴടങ്ങിയിട്ടുണ്ട്. അത് ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെയും നെപ്പോളിയന്റെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്ന്, അസാധ്യമൊന്നുമില്ല എന്ന് വീരസ്യം പറയാൻ മാത്രം നെപ്പോളിയൻ ബോണപ്പാർട്ടിന് ചങ്കുറ്റമുണ്ടാക്കിയത് തുടർ വിജയങ്ങളാണ്. എല്ലാം വിജയിച്ചവനൊടുവിൽ വാട്ടുകളിൽ പൊട്ടിപ്പോകുമ്പോ, തടവുപുള്ളിയായി പിടിക്കപ്പെട്ടു പോകുമ്പോ, പരാജയത്തിന് കീഴടങ്ങുമ്പോ അയാൾ രുചിക്കുന്നുണ്ട് ഒരു പരാജയം. ഇത് ലോകത്തിന്റെ നീതിയാണ്, പടച്ചവന്റെ നീതിയാണ്. എല്ലാ കാലവും എല്ലാവർക്കും വിജയിച്ചു നിൽക്കാൻ കഴിയില്ല. പരാജയങ്ങൾ വിജയത്തിന്റെ പിന്നാമ്പുറങ്ങൾ വരാനുണ്ട് എന്ന് സൂചനകൾ മാത്രമാണിത്. ഈ യുദ്ധത്തിന്റെ അവസാനം എന്താകും നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതൊരെന്ത് ചെയ്യുക, ഈ പലസ്തീൻ മക്കൾ ഓടിയതുപോലെ വാരി പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും 1, 2, 3 അലാറങ്ങൾ അടിക്കുമ്പോ ബങ്കറുകളിലേക്ക് ജീവനും കൊണ്ട് ഓടുമ്പോ മനസ്സിലാക്കണ്ടേ, ഇതിനേക്കാൾ കഷ്ടതയാണ് പലസ്തീൻ മക്കൾ അനുഭവിച്ചതെന്ന് യൂതന്മാർ. അവർ മനുഷ്യരായിരുന്നില്ലേ? അവർക്കും വികാരങ്ങളില്ലേ? അവർക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും ഇല്ലേ? അവർക്കും വാരിപ്പിടിക്കാൻ കുടുംബങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എല്ലാം തച്ചു തകർത്തിട്ട് നൃത്തം ചവിട്ടിയവർ ഓർക്കേണ്ട ഇത് ഓർമ്മപ്പെടുത്തലാണിത്. അതവിടെ നടക്കുന്നത്. ഇതുവരെ നടന്നതും ഇനി നടക്കാൻ പോകുന്നതും ഒക്കെ ഒരു പക്ഷേ പലസ്തീൻ മക്കൾ മദ്ലൂമുകൾ ഉണ്ടല്ലോ, ആക്രമിക്കപ്പെട്ടവർ, മർദ്ദിത സമൂഹത്തിന്റെ പ്രാർത്ഥനയുടെയും പടച്ചവന്റെയും നിറയിൽ മറയില്ല എന്ന് പറയുമ്പോ എത്ര കണ്ണീരാണോ. ആദർശം വിട്ടുകളയാത്ത പലസ്തീൻ മക്കള് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് ഒരു 100 നൂറ്റാണ്ട് കാലം കണ്ണീർ പൊഴിച്ചിട്ടും പടച്ചവനെ വിട്ടുകളഞ്ഞിട്ടില്ല അവര്. അള്ളാഹു ഉണ്ട് നമുക്ക് എന്ന് ആ അള്ളാഹുൽ പ്രതീക്ഷ വെച്ച സമൂഹം അവരിന്ന് ഇവരെ കാണുന്ന ഈ അവസ്ഥയിൽ അവരെ അനുഭവിച്ച അതേ സാഹചര്യത്തിൽ ഇസ്രായേലുകൾ ജൂതന്മാരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരെ ചിരിപ്പിക്കും. കാരണം അവരനുഭവിച്ച ദുഃഖങ്ങളിലേക്ക് കടന്നുണ്ട്. അപ്പൊ ഇതൊരു കാവ്യനീതിയാണ്. അതാ ഞാൻ പറഞ്ഞു, ഈ യുദ്ധം അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ്, ഒരു കാവ്യനീതിയാണ്. ഇതാണ് തെളിയിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, വീരസ്യം പറച്ചിലുണ്ട് ഇവിടെ. പൊതുവിൽ നമ്മളെല്ലാവരും ലോകത്തെല്ലാവരും പറയുന്ന ഇസ്രായേലികൾ ശക്തന്മാരാണ്, അവരെക്കാളും ശക്തന്മാരായിട്ട് ലോകത്താരുമില്ല, അവരാണ് ഏറ്റവും വലിയ വീരന്മാർ, ശൂരന്മാർ, അവർക്ക് മരണഭയമില്ല, അവരൊന്നിനെയും കണ്ട് പേടിക്കുന്നവരല്ല എന്നൊരു പൊതുവിലൊരു മിഥ്യാധാരണ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതൊക്കെ നേരെ ഖുർആൻ പറഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് മരണത്തെ പേടിയാണ്. സത്യത്തിൽ ലോകത്ത് ബഹുദൈവ വിശ്വാസികളെക്കാൾ പോലും പുനർജീവിതമല്ല പുനർജന്മമാണ് എന്ന് വിശ്വസിക്കുന്ന ബഹുദൈവത്വ വിശ്വാസികളെക്കാളും ഈ ദുനിയാവിന്റെ ജീവിതത്തോട് മോഹം വെക്കുകയും മരണത്തെ വെറുക്കുകയും ചെയ്യുന്നവർ അത് ജൂതന്മാരാണ്. വിശുദ്ധ ഖുർആൻ പേടിയാണ് അവർക്ക്. മരണത്തെ ഇത്രമേൽ പേടിക്കുന്നൊരു സമൂഹമില്ല. അത് നമ്മളിവിടെ കാണുന്നത്. ജീവനെ പേടിച്ചിട്ടേ നമ്മൾ എല്ലാവരും ഇങ്ങനെ വീരസ്യം പറയുന്നത് അവർ ഭയങ്കര സംഭവമാണെന്ന്. അവരൊരു സംഭവമില്ല എന്ന് ഖുർആൻ പറഞ്ഞത്. ഈ കാണിക്കുന്ന പുറംപൂച്ചല്ലാതെ അവർ വലിയ സംഭവമൊന്നുമില്ല. അതെന്ത് ഒരു അയൺ ഡോം ഉണ്ട്, അതുകൊണ്ട് ആനയുണ്ട്, ചേനയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഓടി ഒളിക്കാണ്. ജീവനും കൊണ്ട് ഓടി ഒളിക്കാണ്. ഈ അവസ്ഥയുള്ളൂ, ഇത്രയേ ഉള്ളെന്ന്.
ഇതെല്ലാം ഒരു നീർക്കുമ്പളകൾ പോലെ ഊതിവെറിപ്പിച്ച ബലൂൺ പോലെയാണ് ഇസ്രായേലിന്റെ ധീരതയുടെ കഥയെന്ന് വിശുദ്ധ ഖുർആൻ പോലും വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവിക്കാൻ കൊതിയുള്ളവരവരും, ഏതൊരു മനുഷ്യനെയും പോലെ ജീവിക്കാൻ, മരണത്തെ പേടിക്കുന്ന ആൾക്കാർ തന്നെ അവരും. അല്ല, മരണത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടില്ല. അവർ പറയും പോലെ അവരങ്ങനെയെങ്ങും നിങ്ങൾ ഈ കാണും പോലെയെങ്ങും അല്ലത്. അവർ തന്ത്രങ്ങൾ കൊണ്ട് ഇവിടെ ലോകത്തെ കീഴടക്കി വെട്ടിക്കീറിയിട്ട് അവർ സ്വയം നന്നാവാൻ നല്ല വലിയവരാകാൻ ശ്രമിക്കുകയാണ്. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന പൊതുവിൽ ഇസ്രായേലിനെ ജയ് വിളിക്കുന്ന ഒരു സംഘം ആൾക്കാരുണ്ട് വ്യാപകമായിട്ട്. പലസ്തീൻ മക്കളെ കൊന്നു തള്ളുമ്പോൾ അത് ആഘോഷിക്കുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ഹിന്ദുത്വ ഭീകര സംഘങ്ങള്, ആ തീവ്ര ചിന്താഗതിക്കാര്, ആ ഒരു തീവ്ര ചിന്താഗതി ഇസ്ലാം വിരുദ്ധത മാത്രം നെഞ്ചിക്കൊണ്ട് കിടന്നിട്ട് ഇസ്രായേലിനെ ജയ് വിളിക്കുന്നു. ഇസ്രായേലിനെതിരെ അക്രമം ഉണ്ടാവുക കണ്ണീരൊലിപ്പിക്കുന്ന ആൾക്കാർ ഒന്ന് ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ വംശീയ ചേരി എന്ന് പറഞ്ഞാൽ അത് ജൂതന്മാരാണ്. ലോകത്തെ ഏറ്റവും വലിയ വംശീയ വെറിയന്മാർ അത് ജൂതന്മാരാണ്. ജൂതനായി ജനിച്ചു എന്നൊരു മനുഷ്യന് തെറ്റല്ല. ജൂതമതത്തിൽ ജനിച്ചാൽ നല്ല മനുഷ്യരുണ്ട്. അവിടെ ബനൂ ഇസ്രായേലുകൾ നല്ല മനുഷ്യരുണ്ട്, ഇന്നുമുണ്ട്. ആ മനുഷ്യരോടൊന്നും വെറുപ്പ് വെക്കാൻ നമുക്ക് അനുവാദമില്ല. കേരളത്തിൽ വന്ന ഇസ്രായേലിൽ നിന്ന് വന്ന വിദേശികൾക്ക്, ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം നിഷേധിച്ചു. ഗസയിൽ നടക്കുന്ന മുസ്ലിങ്ങളോടുള്ള താല്പര്യം കൊണ്ട് അവർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ഓർത്തപ്പോ ഇവർക്ക് ഭക്ഷണം നിഷേധിച്ചു. അത് ശരിയായ നടപടിയല്ല. ജൂതമതത്തിൽ ജന്മ അപരാധമല്ല മനുഷ്യരെ, കർമ്മങ്ങളാണ് ഒരു മനുഷ്യന് നന്മയും തിന്മയും തീരുമാനിക്കുക. അതുകൊണ്ട് ജൂതന്മാരിൽ നല്ല ആൾക്കാരുണ്ട്. പക്ഷെ ജൂതന്മാരിൽ മഹാഭൂരിപക്ഷത്തിനുമുള്ള പ്രശ്നം അവർ വംശീയ ചിന്താഗതിയാണ്. നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു. അവർ പറയുന്നൊരു കാര്യമൊന്നുമില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ സന്തതികളാണ്, ദൈവത്തിന്റെ സന്തതികളും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരുമായ സവർണർ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. ബാക്കിയുള്ളതെല്ലാം അവർണ വിഭാഗത്തിലാണ്, അർദ്ധലുകളാണ്, നിന്നന്മാരാണ്. നമുക്ക് പാദസേവ ചെയ്യാൻ മാത്രം അർഹതപ്പെട്ടവരാണ് ബാക്കിയുള്ള മനുഷ്യർ എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. അതവരുടെ കാഴ്ചപ്പാട്. അതാ ഖുർആൻ നേരത്തെ പറഞ്ഞ ഓതിയ ആയത്തിലുള്ളത്. അവർ പറയുന്നത് ഒരു ജനങ്ങൾക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവകാശമില്ല. ദൈവത്തിന്റെ സമക്ഷത്തിൽ ദൈവികമായ സ്വർഗീയ സാമ്രാജ്യത്തിന് ഒരു മനുഷ്യനും അവകാശമില്ല നമുക്കല്ലാതെ എന്നതാണ് ജൂതവംശീയതയുടെ മുദ്രാവാക്യമെന്ന് ഖുർആൻ. അതാ പറയുന്നത്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ദൈവത്തിന്റെ ആൾക്കാർ. ബാക്കിയുള്ളവരൊക്കെ അർദ്ധലുകളാണ്. ഒരു മനുഷ്യനെയും അവർ അംഗീകരിക്കില്ല, ഒരാളെയും. അപ്പോഴാണ് ഇവിടുത്തെ സംഘപരിവാറുകാർ അവര് എന്ത് ചെയ്യും? അവരുടെ കാലിന്റെ നഖത്തിന്റെ വില പോലും ഈ ചാണകങ്ങൾക്ക് ഉണ്ടാവില്ല, കൊടുക്കില്ല അവര്. അതാ അവരുടെ ശൈലി. ഇവർ വിചാരിക്കുന്ന അവരെന്തോ ചേർത്ത് പിടിക്കുമെന്നാണ്. അവർക്ക് അങ്ങനെയില്ല. ലോകത്ത് വളരാത്ത മതം ഏതാണ്? വളരാത്ത മതം ജൂതന്മാർ. എന്തുകൊണ്ട്? അവർ ജൂതമതം വളരൂല, വളരാനുള്ള വകുപ്പ് അതിനില്ല. അതെന്തേ? ബനൂ ഇസ്രായേലികളാ, ഇസ്രായേലിന്റെ സന്തതികള്, ദൈവത്തിന്റെ പൗത്രന്മാര് എന്നത് അവരെ കൺസെപ്റ്റായിട്ട് കൊണ്ടുനടക്കുന്നത്. അതാ കാഴ്ചപ്പാട്. അവിടെ പുതിയൊരാൾക്ക് ചേരാൻ പറ്റുമോ? ഇല്ല. അവിടെ ജനിച്ച് ജീവിക്കുന്ന പാരമ്പര്യമാണത്. ആ വംശീയതയാണ് അവരെ കൊണ്ടു നടക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാരെ അങ്ങോട്ട് കൺവെർട്ട് ചെയ്തിട്ടുള്ളൂ. അത് നല്ല അധികാരത്തിൽ കഴിയുന്ന ആൾക്കാർ, വളരെ സുപ്രസിദ്ധി ആർജിച്ച ആൾക്കാർ, ചില ആൾക്കാർ കൺവെർട്ട് ചെയ്ത് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വേണമെങ്കിൽ വന്നോളൂ, അത്രയും നിലവാരമുള്ള, അന്ന് അധികാരമുള്ളവരായതുകൊണ്ട് വന്നോളാൻ പറഞ്ഞ് രണ്ടാം കിട പൗരന്മാരായിട്ട് വന്നു എന്നതല്ലാതെ അവർക്ക് അവിടെ നിന്ന് വിവാഹം കിട്ടില്ല. ആ പാരമ്പര്യം ബനൂ ഇസ്രായേൽ പാരമ്പര്യം അറിയപ്പെടില്ല. അതങ്ങനെ അവരുടെ സിസ്റ്റം എന്നുള്ളത്. ബാക്കി എല്ലാ മതങ്ങളും പ്രചരിപ്പിക്കാറുണ്ടല്ലോ, ആ മതങ്ങളെ ദർശനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താറുണ്ടല്ലോ, ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കാറുണ്ടല്ലോ. അവർ ചെയ്യില്ല. കാരണം അവരങ്ങനെ ചിന്തിക്കുന്നത് വംശീയതയാണ് അവർ ആടിവേര്. ആ ചിന്താഗതി ലോകത്തെ ഏറ്റവും തീവ്രമായി വെച്ച് പുലർത്തുന്ന സമൂഹം എന്നുള്ളത് ഇന്ത്യയിലെ സവർണ തമ്പുരാക്കന്മാരെക്കാളും ഇവിടെ സവർണ മാടമ്പികളെക്കാളും ഏറ്റവും വലിയ വംശീയ അവർ വെച്ച് പുലർത്തുന്ന സമൂഹമാണ് ജൂതന്മാർ. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ തെരുവ് വെട്ടുകളെ പോലെ ലോകം മാറ്റിപ്പായിച്ചത് വരെ ഇവർ വംശീയ വെറി ലോകത്തിന് സമാധാനത്തിന് ഭീഷണിയാണെന്ന്, നമ്മുടെ നാടിന് ഭീഷണിയാണെന്ന് ഓരോരുത്തരും ചിന്തിച്ചപ്പോൾ ഒരു നാട്ടിലും അവർക്ക് അഭയം കൊടുത്തില്ല. ഓടിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ അവർ ചേർത്ത് പിടിച്ചത് സ്പെയിൻ, ഇസ്ലാമിക സ്പെയിനും പിന്നെ പലസ്തീനുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തുർക്കിയും. അവിടെ ഈ മുസ്ലിങ്ങളാണ് അവരെ മനുഷ്യരാണ് അപ്പോഴും പരിഗണിച്ച് ചേർത്ത് നിർത്തിയത്. അഭയം കൊടുത്തവനോട് തന്നെ അക്രമം കാണിക്കുന്ന നന്ദി കെട്ടവരായി ഈ സമൂഹം പിന്നെ മാറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. അത് പിന്നെ ലോകത്തിന്റെ ചരിത്രമാണ്. ഇതൊന്നും അറിയാതെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? അവരുടെ രാജ്യത്ത് അറബികൾ കുടിയേറിയതാണ്, ആക്രമിക്കുകയാണ്, പലസ്തീനുകൾ ഒഴിഞ്ഞു കൊടുക്കണം എന്ന രീതിയിൽ ഇവിടെ സംസാരം പോകുന്നത്. അപ്പൊ അത്ര വലിയ വംശീയപര്യന്മാരാണ് ഈ സമൂഹം എന്നുള്ളത്. ആ വംശീയപര്യന്മാരായ സമൂഹം ലോകത്ത് തന്നെ ഭീഷണിയായി വളരുമ്പോൾ അവർക്കുള്ള ചെറിയ തിരിച്ചടികൾ ഉണ്ടാകും. അത് അള്ളാഹുവിന്റെ കാപുനിധിയാണ് അതവിടെ സംഭവിച്ചത്. ഇനി ഇത് എങ്ങോട്ട് പോകണമെന്നുള്ളത് നമ്മൾ ആലോചിക്കാനുള്ള വിഷയം. ഇതിനിങ്ങനെ തന്നെ പോകുന്നത് നമുക്ക് ആർക്കും നല്ലതല്ല. യുദ്ധം ലോകത്ത് ഒരിടത്തും ആർക്കും നന്മ ഉണ്ടാക്കില്ല.
അവർ കാണിച്ച അക്രമങ്ങൾക്ക് ചില സൂചനകളും പ്രത്യാഘാതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് അത് കാലത്തിന്റെ കാപനിധിയാകുമ്പോഴും ഇത് തുടർന്നു പോയാൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം അവരടിക്കട്ടെ, അവരടിച്ചു തീർക്കട്ടെ എന്ന് ഇല്ല, നമ്മളെയും ബാധിക്കും. ഈ കേരളത്തിലിരിക്കുന്നവനെ അട്ടപ്പാടി താമസിക്കുന്ന ഒരു ആദിവാസിയെയും ഇത് ബാധിക്കും. ലോകത്ത് ഇറാഖ് അഫ്ഗാൻ യുദ്ധങ്ങൾക്ക് ശേഷം ഉണ്ടായ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് ഇതുവരെയും തല ഊരിയിട്ടില്ല ലോകം. അത് ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു വാസ്തവമാണ്. യുദ്ധങ്ങൾക്ക് പിറകിൽ ചിലവഴിക്കപ്പെടുന്ന സമ്പത്ത്, അതിലൂടെ നശിക്കപ്പെടുന്ന സമ്പത്ത് അതങ്ങ് വീണ്ടെടുക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമില്ല. അത്രയേറെ സാമ്പത്തികമായ നഷ്ടമുണ്ടാക്കും ഓരോ യുദ്ധങ്ങളും. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി നമുക്ക് ഏറ്റവും വലിയ വിലയിലേക്ക് മാക്കേണ്ടി വരിക ഇവിടുത്തെ പെട്രോളിയമാണ്. പെട്രോളിയത്തിന്റെ ഓരോ ഉൽപ്പന്നങ്ങൾക്കും വില കൂടും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൂടും. അങ്ങനെ ഉപ്പ് തൊട്ടാൽ കർപ്പൂരം വരെയുള്ള ഓരോ ഉൽപ്പന്നത്തിനും അധികം വില കൊടുക്കേണ്ടി വരും. നമ്മൾ ഇപ്പോൾ തന്നെ ജീവിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ തന്നെ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല. ആരുടെ കയ്യിലും കാശില്ല. എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. മനുഷ്യനൊഴികെ ബാക്കി എല്ലാത്തിനും നല്ല വിലയുണ്ട്. ഇവിടെ മനുഷ്യന് മാത്രം ഒരു വിലയുമില്ല. ഇത് സാഹചര്യം. ഇവിടെ നിലമ്പൂർ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഭയങ്കരമായി ഇളക്കി മറിച്ചുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. ഇവിടെ ആ മനുഷ്യന്മാരുടെ പ്രശ്നം സംസാരിച്ച് ആരെങ്കിലും കാണാൻ കിട്ടും? രാഷ്ട്രീയം പറയാൻ നമുക്ക് എന്ത് രാഷ്ട്രീയം? രാഷ്ട്രത്തിലുള്ള പൗരന്മാരുടെ ക്ഷേമത്തെക്കുറിച്ച് സംസാരിക്കുമെന്നല്ലേ രാഷ്ട്രീയമാവുള്ളൂ. പാർട്ടിക്ക് മുന്നണികൾ തമ്മിലുള്ള ചർച്ചയും കക്ഷി രാഷ്ട്രീയത്തിന്റെ ചർച്ചയുമാണോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ? ഈ ജനങ്ങളുടെ സാധാരണക്കാരന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ച് ആകെ പറഞ്ഞു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നു, ഒരു ജനങ്ങളുടെ സൂര്യജീവിതം നഷ്ടപ്പെടുന്നു എന്നൊരു അൻപർ പറഞ്ഞതല്ലാതെ അതിനും അപ്പുറത്തേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും നികുതി കൊടുക്കാൻ കഴിയാതെ നടുവടിഞ്ഞു പോയ സമൂഹത്തെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഓരോന്നിന്റെയും വിലക്കയറ്റം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഒരു വസ്തു വിൽക്കാൻ നിവൃത്തിയില്ല, ഒരു വസ്തു വാങ്ങിക്കാൻ നിവൃത്തിയില്ല, ഒരു വീട് വെക്കാൻ നിവൃത്തിയില്ല. എല്ലാത്തിനും അമിതമായ നികുതി. 1 ലിറ്റർ പെട്രോളിന് പോലും എത്രമാത്രം നികുതി. അപ്പൊ ഇതൊക്കെ വലിയ ജീവിത പ്രശ്നങ്ങളായിരിക്കുമ്പോൾ മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളെ കുറിച്ച് ആർക്കും പറയാനില്ല. പക്ഷെ ഇത് കൂടുതൽ കടുക്കും യുദ്ധം തുടർന്നു പോയാൽ. ഈ യുദ്ധം എത്രയും വേഗം അവസാനിക്കണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കുക, എത്രയും വേഗം അവസാനിക്കും. പക്ഷേ ഇത് അവസാനം വെടിവെക്കാനുള്ള അവകാശം അത് ഇറാനുള്ളതാണ് എന്നുള്ളതാണ് ന്യായം. അതാണ് നമ്മൾ പക്ഷം ചേരുന്നതല്ല. ഏഷ്യാക്കൾ കൂടുതലുള്ള ഇറാൻ എന്ന രാജ്യത്തോട് അവർ മുസ്ലിങ്ങളെന്ന് അവകാശപ്പെട്ട് നിൽക്കുന്നവരായതുകൊണ്ട് അവരിലേക്ക് ചാഞ്ഞു നിൽക്കലല്ലോ. അതല്ല നീതി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് 26 പേരെ കൊന്നവർക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോൾ അത് ഇന്ത്യയുടെ റൈറ്റ്സ് ആണെങ്കിൽ, ഇന്ത്യയുടെ അവകാശമാണെങ്കിൽ, അതിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട് എങ്കിൽ ഇറാന്റെ ഒരു സ്വതന്ത്ര ഭരണപ്രദേശമായ ഇറാന്റെ അതിർത്തിയിലേക്ക് കടന്നു ചെന്നിട്ട് അവിടുത്തെ സ്വൈരജീവിതം തകർത്ത് അവിടെ മിസൈൽ വർഷിപ്പിച്ചിട്ട് അവിടുത്തെ ഏറ്റവും വലിയ കണ്ണും കാതുമായ മനുഷ്യരെ കൊന്നുകളഞ്ഞപ്പോ തിരിച്ചടിക്കാൻ അവകാശം ന്യായമാർക്കുണ്ട്. അവസാന വെടി ഇറാൻ വെച്ചുകൊണ്ട് എത്രയും വേഗം ഈ യുദ്ധം അവസാനിക്കലാണ് ലോകത്തുള്ള ഓരോ മനുഷ്യനും നന്മ എന്നതുകൂടി നമ്മൾ തിരിച്ചറിയുകയും സമാധാനപരമായി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജീവിച്ചു പോകുന്ന ഒരു അന്തരീക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കാലോചിതമായ ഒരു വിശ്വാസികളുടെയും ബാധ്യതയെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഖുത്ബ ഉപയോഗിച്ചത്. അല്ലാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജുമഅയിലെ ഖുത്ബയും നസീഹത്തും ഒക്കെ നമുക്ക് അവസരോചിതമായ മതപരമായ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി കൂടിയാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ചില സുപ്രധാനമായി നമ്മൾ വസിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ചില സാഹചര്യങ്ങൾ കൂടി നമുക്കതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകും സ്വാഭാവികമായിട്ട്. അതിൻ്റെ പ്രസക്തി എന്താണ്? അല്ലെ, നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട ചില ഭാഗങ്ങൾ കൂടിയുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ചില കാര്യങ്ങൾ കൂടി ഇസ്ലാമിന് പറയാനുണ്ട്. അതുകൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷെ അതൊരു ഭാഗത്തോടെ നിൽക്കട്ടെ. എന്നാൽ നമുക്ക് ഏറ്റവും പ്രധാനമെന്നുള്ളത് ഇതൊക്കെ നടക്കും, നമുക്ക് ചുറ്റുമെല്ലാം നടക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം നടക്കും, നമുക്കെതിരെയും ഇത്തരം പരീക്ഷണങ്ങൾ വന്നേക്കും. അവിടെയൊക്കെ വരുമ്പോഴും നമ്മുടെ മെയിൻ എയിം എന്നുള്ളത് എന്ത് നടന്നാലും നമുക്ക് അവിടെയൊക്കെ ഓരോ കടമകളും കടപ്പാടുകളും ഉള്ളപ്പോഴും നമ്മുടെ പാരത്രിക ജീവിതത്തിന് വേണ്ടത് നമ്മൾ കണക്കാക്കിക്കൊണ്ടേയിരിക്കണം. ഇതിലൊക്കെ സങ്കടം നമുക്ക് വേണം. അത് നമ്മുടെ മാനുഷികമായ ഈമാനികമായ ഗുണമാണ്. ഒരു മനുഷ്യൻ്റെ ഒരു വൈകാരികമായ തലത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ സംസാരിക്കുന്നത് നിർജീവമായ വികാരങ്ങളില്ലാത്ത മലക്കുകളായിട്ടല്ല മനുഷ്യനെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയം നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്, സമൂഹത്തിൻ്റെ അവസ്ഥ നോക്കിക്കാണേണ്ടതുണ്ട്, ലോകത്തിൻ്റെ സമരങ്ങളും പ്രഖ്യാപനങ്ങളും ഇവിടുത്തെ നടക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അവിടെയൊക്കെ നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം, ഇസ്ലാമികമായ ദർശനങ്ങൾ ഉണ്ടാകണം. അതൊക്കെ നിൽക്കുമ്പോഴും നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം വ്യക്തിപരമായ ഓരോ മനുഷ്യനെയും ദീൻ എങ്ങനെ സുരക്ഷിതമാക്കാം. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും നമ്മൾ അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുള്ള ആ ദർശനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല.
ഈ രാഷ്ട്രീയം സംസാരിക്കാം, പൊതുവായ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കാം, പൊതുവായ മേഖലകളിൽ പ്രവർത്തിക്കാം. പക്ഷെ അതൊന്നും തന്നെ നമ്മുടെ ഈ പരമപ്രധാനമായ ലക്ഷ്യത്തിന് തടസ്സമാകാൻ പാടില്ല. ഞാൻ ആ മേഖലയിൽ സജീവമാണ്, ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുകയാണ്, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് സമുദായത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വ്യക്തിപരമായ മതപരമായ ബാധ്യതകളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി നിർത്താൻ കാരണങ്ങളല്ല. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ചില ആൾക്കാർ സജീവമായി എന്ത് ചെയ്യുക, ഇവർ ഇസ്ലാമിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ബന്ധപ്പെടുന്ന ആൾക്കാരെ കാണാൻ കഴിയും. പക്ഷെ അവർ പലപ്പോഴും അവരുടെ ഇൻഡിവിജ്വലി വ്യക്തിപരമായ ജീവിതത്തിൽ ഇസ്ലാമികമായ ജീവിതം പുലർത്തുന്നതിൽ പരാജയമായി കാണാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ പൊതുവിൽ നമ്മൾ എന്ത് ഒരു ഖുത്ബ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് എന്താ ഉപദേശിക്കാനൊന്നുമില്ല. കുറേ ഇൻഫർമേഷൻസാണ് കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞത്. കുറേ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലാക്കി വെക്കാവുന്ന കുറേ കാര്യങ്ങൾ, കുറേ നടന്ന കാര്യങ്ങളും നടക്കാനിരിക്കുന്ന കാര്യങ്ങളും നടന്നേക്കാവുന്ന സാധ്യതകളും ഒക്കെ ഖുർആൻ ദൂരക്കൂട്ടി കണ്ട ചർച്ചകളിലൂടെയാണ് നമ്മൾ വന്നത്. ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഈ നസീഹത്തിൻ്റെ കാതൽ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യനും ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിൽ കടന്നു പോകുമ്പോഴും പരമലക്ഷ്യമായ പടച്ചവന് തൃപ്തി എന്നുള്ളത്, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അച്ചടക്കമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ അത് ഒഴിവാക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് അത് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന വിധത്തിൽ കൃത്യമായി ഇസ്ലാമിൻ്റെയും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങൾ ഉറച്ചു നിന്നുള്ള ജീവിതം, അത് പഠിച്ച് പാലിച്ചു പോകുന്ന ഒരു ജീവിത ശൈലി, അത് അവസാനം വരെയും ഏത് പ്രതിസന്ധി നമുക്ക് ചുറ്റും വന്നാലും അതിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയണം. ലോകം അവസാനിച്ചു കൊണ്ടിരിക്കുമ്പോഴും റസൂൽ പറഞ്ഞത് നീ കർത്തവ്യ രംഗത്ത് നിരതനാകണമെന്നാണ്. നീ കർമ്മരംഗത്ത് നിരതനാകണം. അവിടെ എന്നും നടക്കട്ടെ, ലോകം അവസാനിക്കട്ടെ, അവിടെ യുദ്ധങ്ങൾ നടക്കട്ടെ, എന്നും നടക്കട്ടെ, പക്ഷെ നീ പ്രവർത്തിക്കാതിരിക്കാൻ നിനക്ക് അനുവാദമില്ലല്ലോ. അപ്പോൾ നിന്റെ പ്രവൃത്തി എപ്പോഴും കൃത്യമായി നീ നിറവേറ്റുക തന്നെ വേണമെന്ന റസൂലിൻ്റെ സൂചന. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ എന്ത് ചെയ്തെല്ലാം നടക്കുമ്പോഴും എല്ലാം ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും പടച്ചവനോട് അടുപ്പം കൂട്ടിക്കൊണ്ടേയിരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബന റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.